Hello friends, welcome to Toppers World. 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മുടെ യൂണിറ്റ് 1 ദ വാംത്ത് ഓഫ് ലവ്. അതിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ദ കിസ്സിങ് ഹാൻഡ്. അപ്പോൾ കിസ്സിങ് ഹാൻഡ് എന്നുള്ള ചാപ്റ്റർ എല്ലാവരും വായിച്ചില്ലേ? എല്ലാവർക്കും ആ സ്റ്റോറിയുടെ മീനിങ് ഒക്കെ മനസ്സിലായില്ലേ? നമ്മുടെ റീഡിംഗ് വീഡിയോ ഉണ്ട്, കാണാത്ത കൂട്ടുകാർ കാണുക. ദ കിസ്സിങ് ഹാൻഡ് എന്നുള്ള ചാപ്റ്ററിന്റെ റീഡിംഗ് വീഡിയോ നമ്മൾ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലാസ് ആണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. ക്ലാസ്സിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് ദ കിസ്സിങ് ഹാൻഡ് എന്നുള്ള ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ആണ്. നമുക്ക് ടോട്ടൽ 13 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. 1 to 13 ആക്ടിവിറ്റീസ് ആണ് ദ കിസ്സിങ് ഹാൻഡിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫസ്റ്റത്തെ ആക്ടിവിറ്റി ഗസ്സിങ് ഗെയിം. അപ്പോൾ ഇത് എഴുതുന്ന ആക്ടിവിറ്റി ഒന്നും അല്ല കേട്ടോ. ആക്ടിവിറ്റി 1 വളരെ സിമ്പിൾ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ എങ്ങനെ ഈ കളി കളിക്കുക എന്ന് പറയാം. ചൂസ് സം വേർഡ്സ് ഫ്രം ദ യൂണിറ്റ് ആൻഡ് ആക്ട് ദം ഔട്ട്. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഗസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ്. ഇഫ് യുവർ ഫ്രണ്ട്സ് can guess the word, they will be the winners. If your friends fail to find out the word, you will be the winner. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സിനിമാ പേരൊക്കെ ഇങ്ങനെ ആക്ട് ചെയ്ത് കാണിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ സിനിമാ പേരും അതുപോലെ പാട്ടൊക്കെ ഇങ്ങനെ ആക്ട് ചെയ്ത് കാണിച്ചത് ഏതാന്ന് ഗസ് ചെയ്ത് പറയുന്നത്, അതുപോലെ ഒരു ഗെയിമാണ് കേട്ടോ. അതെങ്ങനെയാണ് നിങ്ങളുടെ കൂട്ടുകാർ ഒത്തിട്ടാണ് കളിക്കേണ്ടത്. അപ്പം നമ്മുടെ പാഠത്തിൽ, അതായത് കിസ്സിങ് ഹാൻഡ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ കുറേ വേർഡ്സ്, കുറേ ന്യൂ വേർഡ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുറേ വേർഡ്സ് നമ്മൾ പുതിയതായി പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ എന്ത് ചെയ്യണം? ആക്ട് ചെയ്ത് കാണിക്കുക. ആക്ട് ചെയ്ത് കാണിക്കുമ്പോൾ ആ വേർഡ് ഏതാന്നുള്ളത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് പറയുക. അപ്പോൾ അവർ പറഞ്ഞാൽ, നമ്മുടെ ഫ്രണ്ട്സ് ആ വേർഡ് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ അവരായിരിക്കും വിന്നർ. അതേസമയം അവർ പറഞ്ഞില്ലെങ്കിൽ നമ്മളായിരിക്കും വിന്നർ. അപ്പം ഇങ്ങനെയാണ് ഈ ഗെയിം കളിക്കേണ്ടത്. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യാൻ? വേർഡ്സ് നിങ്ങൾക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ഒക്കെ കണ്ടെത്തിയിട്ട് ഈ ഗെയിം കളിച്ചു നോക്കുക. നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം കളിച്ചു നോക്കുക. ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി 1. അടുത്തത് ആക്ടിവിറ്റി 2. ആക്ടിവിറ്റി 2 എന്താ? യു ഹാവ് എൻജോയ്ഡ് റീഡിങ് ദ സ്റ്റോറി ഹാൻഡ് യു. അപ്പം നമ്മൾ സ്റ്റോറി വായിച്ചില്ലേ? എല്ലാ കൂട്ടുകാർക്കും സ്റ്റോറി ഇഷ്ടമായില്ലേ? ഇൻ ദ സ്റ്റോറി ചെസ്റ്റർ റാക്കൂൺ എക്സ്പീരിയൻസസ് ഡിഫറെൻറ്റ് ഫീലിങ്സ്. അപ്പോൾ ഈ സ്റ്റോറിയിൽ നമ്മുടെ ചെസ്റ്റർ റാക്കൂൺ, എല്ലാവർക്കും അറിയില്ലേ ആരാണ് ചെസ്റ്റർ റാക്കൂൺ എന്നുള്ളത്? അപ്പോൾ നമ്മുടെ ചെസ്റ്റർ റാക്കൂൺ ഒരുപാട് ഫീലിങ്സിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടല്ലേ? അതായത് ഫീലിങ്സ് പോലെ ഹാപ്പി ആവുന്നുണ്ട്, സങ്കടം ആവുന്നുണ്ട്, അതുപോലെ അങ്ങനെ ഓരോരോ ഇമോഷൻസിലൂടെ കടന്നു പോകുന്നുണ്ട്. സം ഓഫ് ഹിസ് ഫീലിങ്സ് ആർ ഗിവൺ ബിലോ ഇൻ കോളംസ് എ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഫീലിങ്സ് ആണ് കോളം എയിൽ തന്നിരിക്കുന്നത്. മാച്ച് them with the suitable emoji given in column B. അപ്പോൾ നമ്മുടെ കോളം ബിയിൽ കുറച്ച് ഇമോജീസ് തന്നിട്ടുണ്ട്. അതായത് ആ ഫീലിങ്ങിനോട് അനുയോജ്യമായിട്ടുള്ള ഇമോജീസ് തന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ടുള്ള ഇമോജീസിലേക്ക് മാച്ച് ചെയ്യുക. അപ്പോൾ ഇമോജീസ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, ഇതാണല്ലേ, ഇതാണ് ഇമോജീസ്. അപ്പോൾ ഇവിടെ നോക്കൂ, എന്തൊക്കെയാണ് ചെസ്റ്റിന്റെ ഫീലിങ്സ് നമുക്ക് വായിച്ചു നോക്കാം. വെൻ ഹി ഗെറ്റ്സ് ന്യൂ ഫ്രണ്ട്, അവന് പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. അപ്പോൾ അവന് എന്തായിരിക്കും അവൻ്റെ ഇമോഷണൽ ഫീലിംഗ്? എന്തായിരിക്കും? സങ്കടമായിരിക്കുമോ, അതായത് ഹാപ്പി ആയിരിക്കുമോ, സാഡ് ആയിരിക്കുമോ, എക്സൈറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തായിരിക്കും അവൻ്റെ ഫീലിംഗ്? പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയാൽ എന്തായിരിക്കും ഉണ്ടാവുക? ഹാപ്പി അല്ലേ, സന്തോഷമാണ് ഉണ്ടാവുക. ഫിയർ ഓഫ് ന്യൂ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്, ആദ്യമായിട്ട് പുതിയ കുട്ടികളെയും ടീച്ചേഴ്സിനെയും ഒക്കെ കണ്ടപ്പോൾ അവന് പേടിയായി. ഫിയർ എന്ന് വെച്ചാൽ പേടി, ഭയം. അപ്പോൾ എന്താണ് അതിലെ ഇമോജീസ്? 4ാമത്തെ അല്ലേ? വെൻ മദർ കമ്പൽ ഹിം ടു ഗോ ടു സ്കൂൾ, അമ്മ അവന് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർബന്ധിക്കുകയാണ്. കമ്പൽ പറഞ്ഞാൽ നിർബന്ധിക്കുക. അപ്പോൾ ഉണ്ടായ ഫീലിംഗ് എന്താണ്? ദേഷ്യം, ആംഗ്രി. വെൻ ഹി ഗെറ്റ് മദേഴ്സ് കിസ്, അമ്മ ആ കിസ് ചെയ്തപ്പോൾ അവൻ എന്ത്? സ്നേഹമാണ് അല്ലേ? അവിടെ സ്നേഹത്തെ കാണിക്കുന്ന ഇമോജി. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ചെസ്റ്റിന്റെ ഫീലിങ്സിനെ ഇമോജിയുമായിട്ട് മാച്ച് ചെയ്യുന്നതാണ് നമ്മുടെ ആക്ടിവിറ്റി 2. എല്ലാ കൂട്ടർക്കും ആക്ടിവിറ്റി 2 മനസ്സിലായില്ലേ? അടുത്തത് നമ്മുടെ ആക്ടിവിറ്റി 3. ഇത് നമ്മൾ ആക്ടിവിറ്റി 1 പോലെ തന്നെ നമ്മൾ എന്താണ് എഴുതി നോട്ട്ബുക്ക് അങ്ങനെ എഴുതി ചെയ്യേണ്ടതല്ല, ഒരു ആക്ടിവിറ്റിയാണ്. എങ്ങനെ ചെയ്യേണ്ടത് ഈ ആക്ടിവിറ്റി? കളറിങ്ങും പെയിന്റിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ മോർ അട്രാക്റ്റീവ് ആക്കി ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ക്രിയേറ്റ് ഇംപ്രിന്റ്സ് ഓഫ് ദ കിസ്സിങ് ഹാൻഡ് ബൈ ട്രേസിങ് യുവർ ഹാൻഡ്സ് ഓൺ എ പീസ് ഓഫ് പേപ്പർ. അതായത് നമ്മുടെ പേപ്പറിൽ നമ്മൾ കൈപ്പത്തി വരയ്ക്കില്ലേ? കൈയിന്റെ നമ്മൾ പാം ഇങ്ങനെ വെച്ചിട്ട്, കൈപ്പത്തി ഇങ്ങനെ വെച്ചിട്ട് ഹാൻഡിന്റെ ട്രേസ് എടുക്കില്ലേ? അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ കൈയിന്റെ ട്രേസ് എടുക്കുക. ആഡ് എ സ്പെഷ്യൽ മെസ്സേജ് ഓൺ ദം. എന്നിട്ട് അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇഷ്ടമുള്ള ആർക്കെങ്കിലും, ബിലോവ്ഡ് വൺ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആർക്കെങ്കിലും ഷോ ദ ലവ് ആൻഡ് സപ്പോർട്ട് ഓഫ് യുവർ ബിലോവ്ഡ് വൺ, നമ്മുടെ സ്നേഹമൊക്കെ കാണിക്കുന്ന എന്തെങ്കിലും സ്പെഷ്യൽ മെസ്സേജസ് ഒക്കെ അതിൽ എഴുതി ആ ചിത്രം എന്ത് ചെയ്യുക? കളർ ചെയ്യുക. അതുപോലെ കളറോ പെയിന്റ് ഒക്കെ ചെയ്തിട്ട് മോർ അട്രാക്റ്റീവ് ആക്കുക. ഇങ്ങനെ ചെയ്യുന്ന ഒരു ആർട്ട്, നമ്മളൊരു ഒരു ആർട്ട് പോലെയാണ്. നമ്മൾ കളറിങ് ഒക്കെ ചെയ്ത് വരച്ച് കളറൊക്കെ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 3. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആക്ടിവിറ്റി 3 ചെയ്ത് നോക്കുക. അടുത്ത ആക്ടിവിറ്റി 4 ആണ്. സം ഇവന്റ്സ് ഫ്രം ദ story are given below in a jumbled way. You may arrange them properly and write them down in the space provided. എന്താ ചെയ്യാനാ പറയണത്? നമ്മുടെ
എന്താണ് സ്റ്റോറിയിൽ നടന്ന, അതായത് നമ്മുടെ കിസ്സിങ് ഹാൻഡ് എന്നുള്ള സ്റ്റോറിയിൽ നടന്ന ഇവന്റ്സ്, കുറച്ച് സംഭവങ്ങൾ, 5 സംഭവങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് തന്നിരിക്കുന്നത് എങ്ങനെയാണ്? ജംബിൾഡ് വേ എന്ന് വെച്ചാൽ ഓർഡർ തെറ്റിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് ആദ്യം നടന്നത്, സെക്കൻഡ് നടന്നത്, അങ്ങനെ ഓർഡറിലല്ല, ഓർഡർ തെറ്റിയിട്ടാണ് തന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? അതിന് കറക്റ്റ് ആയിട്ട് ആദ്യം നടന്നത് എന്ത്, രണ്ടാമത് നടന്നത് എന്ത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യണം. ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി 4. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ നോക്കൂ, ആദ്യം എന്തൊക്കെയാണെന്ന് പറയാം. മിസ് റാക്കൂൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട്. അപ്പൊ മിസ് റാക്കൂൺ പറയുകയാണ് ഒരു വണ്ടർഫുൾ സീക്രട്ട് പറയാനുണ്ട് എന്ന് അമ്മ പറഞ്ഞു. അമ്മ റാക്കൂൺ പറയുകയാണ് കേട്ടോ. മിസ് റാക്കൂൺ ആരാണ്? ചെസ്റ്ററിന്റെ അമ്മ. ചെസ്റ്റർ ടൂക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹെർ പാം. അപ്പൊ ചെസ്റ്റർ അമ്മയുടെ കൈ പിടിച്ച് അമ്മയുടെ കയ്യിൽ എന്താ ചെയ്യുന്നത്? അമ്മയുടെ കൈയിന്റെ പാമിൽ എന്ത് ചെയ്യുന്നു? കിസ് ചെയ്യുന്നു. ചെസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ചെസ്റ്റർ അവന്റെ അമ്മയോട് പറയുകയാണ് അവന് സ്കൂളിൽ പോകണ്ട. ചെസ്റ്റർ ഡാൻസ്ഡ് ഹിസ് വേ ടു സ്കൂൾ ആസ് ഹിസ് മദർ വാച്ച്ഡ്. ചെസ്റ്റർ വളരെ സന്തോഷത്തോടു കൂടെ സ്കൂളിലേക്ക് പോകുന്നു. അത് അവന്റെ അമ്മ നോക്കി നിൽക്കുന്നു. മിസ് റാക്കൂൺ കിസ്ഡ് ചെസ്റ്റർ ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. അമ്മ, മിസ് റാക്കൂൺ, ചെസ്റ്ററിന്റെ അമ്മ അവന്റെ കയ്യിൽ എന്ത് ചെയ്യുന്നു? കിസ് ചെയ്യുന്നു, അവന്റെ പാമിൽ കിസ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഇവന്റുകൾ. ഇത് നമുക്ക് ആദ്യം ഓർഡർ ആക്കി എഴുതാം. ഫസ്റ്റ് എന്താ പറയുന്നത്? ചെസ്റ്റർ അമ്മയോട് സ്കൂളിൽ പോകാനുണ്ടാ പറഞ്ഞിട്ട് പറയുന്നതാണ് അല്ലെ. ചെസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. സെക്കൻഡ്, മിസ് റാക്കൂൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട്. തേർഡ്, മിസ് റാക്കൂൺ കിസ്ഡ് ചെസ്റ്റർ ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. നാലാമത്തെ എന്താ? ചെസ്റ്റർ ടൂക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹെർ പാം. ലാസ്റ്റ് വൺ, ചെസ്റ്റർ ഡാൻസ്ഡ് ഹിസ് വേ ടു സ്കൂൾ ആസ് ഹിസ് മദർ വാച്ച്ഡ്. അപ്പൊ ഇങ്ങനെ കറക്റ്റ് ആക്കി ഓർഡർ ആക്കിയിട്ട് എഴുതുന്നതാണ് നമ്മുടെ ഈ ആക്ടിവിറ്റി. നെക്സ്റ്റ് ആക്ടിവിറ്റി 5. Chester Raccoon doesn't want to go to school. His mother compels him. Here is a part of the conversation that takes place between them. Complete the conversation and role play it. അപ്പോൾ എന്ത് ചെയ്യാനാണ് പറയുന്നത്? ഇവിടെ രണ്ടെണ്ണമായിട്ട് ചെയ്യാം. ആദ്യം ഒരു കോൺവെർസേഷൻ, സംഭാഷണം എഴുതുക. ആരൊക്കെ തമ്മിലാണ്? നമ്മൾ ചെസ്റ്റർ റാക്കൂൺ സ്കൂളിൽ പോകണ്ട, അവന്റെ അമ്മ അവനെ നിർബന്ധിക്കുക, സ്കൂളിൽ പോകാൻ വേണ്ടി നിർബന്ധിക്കുകയാണ്. ഇതാണ് സംഭവം. ഇതാണ്. അപ്പൊ അവിടെ എന്തൊക്കെയായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുക? ആ കോൺവെർസേഷൻ ആണ് എഴുതേണ്ടത്. അപ്പൊ നമ്മൾ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അത് ആക്ട് ചെയ്ത് കാണിക്കുക. ഒരാൾ ചെസ്റ്റർ ആയിട്ടും ഒരാൾ നമ്മുടെ മിസ് റാക്കൂൺ ആയിട്ടും ആ എഴുതിയ കോൺവെർസേഷൻ ആക്ട് ചെയ്ത് കാണിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് കോൺവെർസേഷൻ എഴുതാം. ചെസ്റ്റർ പറയുന്ന ഡയലോഗ് കൂടെ തന്നിട്ടുണ്ട് അല്ലെ. മാ, ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ടു സ്കൂൾ. അമ്മ, എനിക്ക് സ്കൂളിൽ പോകണ്ട അത് ചെസ്റ്റർ പറയണം. അപ്പൊ അമ്മ ചോദിക്കുകയാണ്, വൈ ആർ യു സെയിങ് ദാറ്റ്? എന്തിനാ നീ അങ്ങനെ പറയുന്നത്? ചെസ്റ്റർ, ഐ വോണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു, ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് അമ്മയുടെ കൂടെ വീട്ടിലിരിക്കണം, എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കണം. മദർ, യു വിൽ ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഫ്രം യുവർ സ്കൂൾ. നിനക്ക് നിന്റെ സ്കൂളിൽ നിന്ന് പുതിയ ഫ്രണ്ട്സിനെ കിട്ടും. ചെസ്റ്റർ, നോ, ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്, പ്ലീസ് മേ ഐ സ്റ്റേ വിത്ത് യു. ഇല്ല, എനിക്ക് എന്റെ ടോയ്സ് വെച്ച് കളിക്കണം, ഞാൻ അമ്മയുടെ കൂടെ ഇവിടെ ഇരുന്നോട്ടെ. മദർ, നോ ഡിയർ, യു കാൺ, പറ്റില്ല. ഇഫ് യു ആർ സ്റ്റേയിങ് ഹിയർ ഹൗ ക്യാൻ യു സ്റ്റഡി? നീ ഇവിടെ ഇരുന്നാൽ എങ്ങനെയാണ് നീ പഠിക്കുക? ചെസ്റ്റർ, ഐ വിൽ സ്റ്റഡി ഫ്രം മൈ ബുക്സ് നോ മാറ്റർ, ബട്ട് ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ടു സ്കൂൾ. ഞാൻ എന്റെ ബുക്സ് വെച്ച് പഠിക്കാം, അതൊന്നൊരു കാര്യമല്ല. എനിക്ക് സ്കൂളിൽ പോകണ്ട, പക്ഷെ എനിക്ക് സ്കൂളിൽ പോകണ്ട. മദർ, sometime you have to do things that you don't want to do, but I am sure you will love school once you start. അപ്പൊ അമ്മ എന്താ പറയുന്നത്? ചില നേരങ്ങളിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത, നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായി വരും. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് നീ ഒരു തവണ സ്കൂളിൽ പോയി തുടങ്ങിയാൽ നിനക്ക് തീർച്ചയായിട്ടും സ്കൂൾ ഇഷ്ടപ്പെടും. ചെസ്റ്റർ, ഐ എം afraid to leave home without you mother. എനിക്ക് പേടിയാണ് വീട് വിട്ടു പോകാൻ, അമ്മയില്ലാതെ വീട് വിട്ടു പോകാൻ എനിക്ക് പേടിയാണ്. afraid എന്ന് വെച്ചാൽ ഭയം, പേടി തന്നെയാണ്. മദർ എന്തായിരിക്കും പറയാ? വെൽ, ലെറ്റ് മീ tell you a secret that make you overcome your fear. അപ്പോൾ ഞാൻ നിനക്കൊരു സീക്രട്ട് പറഞ്ഞു തരാം. ശരി, എന്നാൽ ഞാൻ നിനക്കൊരു സീക്രട്ട് പറഞ്ഞു തരാം. ആ സീക്രട്ട് കേട്ടാൽ നിന്റെ പേടിയെല്ലാം പോകും എന്ന് അമ്മ പറയാണ് അല്ലെ. അപ്പൊ അമ്മ പറഞ്ഞു കൊടുത്ത സീക്രട്ട് എന്തായിരുന്നു? ആ സീക്രട്ട് ആണല്ലേ, അത് കിസ്സിങ് ഹാൻഡ് ആയിരുന്നു ആ സീക്രട്ട് അല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ ചെസ്റ്ററും മദറും തമ്മിലുള്ള കോൺവെർസേഷൻ. അപ്പൊ ഇത് എഴുതിയ ശേഷം നിങ്ങളുടെ ആക്ട് ചെയ്ത് കാണിക്കാനും കൂടെ പറയുന്നുണ്ട്. അത് പ്ലേ ചെയ്ത് കാണിക്കും കൂടെ ചെയ്യുക. അടുത്ത നമ്മുടെ ആക്ടിവിറ്റി 6. Chester and his mother visit the office of the school. Chester looks around. Here is what he sees. Describe it. അപ്പൊ അങ്ങനെ ചെസ്റ്ററും അമ്മയും കൂടെ സ്കൂൾ ഓഫീസിൽ നിൽക്കുകയാണ്. അപ്പൊ ചെസ്റ്റർ ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ അവിടെ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആണ് കേട്ടോ ആക്ടിവിറ്റി 6. അപ്പൊ അവിടെ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതുക. സ്കൂൾ ഹെഡ് മാസ്റ്റർ സിറ്റിംഗ് ഓൺ ദ ചെയർ, ആൻ അസിസ്റ്റന്റ് സ്റ്റാൻഡിംഗ് നിയർ ടു ഹിം. തിങ്സ് ഇൻ ദ ടേബിൾ ഓഫ് ദ ഹെഡ് മാസ്റ്റർ is perfectly organized. A school board, a clock and a calendar is hanging on the wall. A dustbin is situated near the table. There are 2 teachers in the office. One of the teachers engaged in book reading, the other one is sitting near to him. There are some books on the teacher's table. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടില്ലേ, ചിത്രത്തിൽ കണ്ടില്ലേ?
അല്ലേ? നമ്മുടെ ഹെഡ് മാസ്റ്റർ ഇരിക്കുന്നു, ഡസ്റ്റ്ബിൻ ഉണ്ട്, അതുപോലെ ടീച്ചേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സിന്റെ ടേബിളിൽ ബുക്സ് ഉണ്ട് അല്ലെ. അതുപോലെ ബോർഡിൽ എന്തൊക്കെയുള്ളത്, എന്താണ് ചുമര്, ബോർഡ് പറഞ്ഞാൽ ചുമരിൽ എന്തൊക്കെയുണ്ട്, സ്കൂൾ ബോർഡ്, ക്ലോക്ക്, അതേപോലെ കാലണ്ടർ തൂക്കിയിട്ടുണ്ട്. ഇതെല്ലാം ചെസ്റ്റർ കണ്ട കാര്യങ്ങൾ അല്ലെ. പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ ചെയ്യാൻ പറയുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 7. Chester comes to the class and sits on the front bench. His teacher comes and introduces herself. She asks the students to introduce themselves. Chester stands up and introduces himself. Here is his self introduction. അപ്പോൾ നമ്മുടെ ചെസ്റ്റർ ക്ലാസ് മുറിയിലെത്തി, ക്ലാസ്സിൽ കയറി, അങ്ങനെ ഫസ്റ്റ് ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ അവൻ ഇരിക്കുകയാണ്. അപ്പോൾ അവന്റെ ക്ലാസ് ടീച്ചർ വന്നു. ക്ലാസ് ടീച്ചർ വന്ന ഉടനെ ടീച്ചറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫസ്റ്റ് ഡേ ആണ് കേട്ടോ, സ്കൂളിലെ ഫസ്റ്റ് ഡേ ആണ്. അങ്ങനെയല്ലേ നമ്മുടെ പുതിയ ടീച്ചറൊക്കെ വന്നാൽ ടീച്ചറെ ഇൻട്രൊഡ്യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ അതേപോലെ ടീച്ചർ വന്നു, ടീച്ചറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ടീച്ചർ എന്ത് ചെയ്യണം, ഓരോ കുട്ടികളുടെ അടുത്തും നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, സ്വയം സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ ഞങ്ങൾ ചെസ്റ്ററിന്റെ അടുത്ത് പറയാൻ പറഞ്ഞു. അപ്പോൾ ചെസ്റ്റർ പറയുകയാണ്. അപ്പോൾ ചെസ്റ്റർ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Good morning, dear friends. I am Chester Raccoon. I am from the forest. My father is Mr. Raccoon. My mother is Chelsea Raccoon. I love my parents. I like running, jumping and playing. I would like to get new friends here. അപ്പോൾ ചെസ്റ്റർ എന്തൊക്കെ പറഞ്ഞു? എൻ്റെ പേര് ചെസ്റ്റർ റാക്കൂൺ ആണ്. ഞാൻ ഫോറസ്റ്റ് എന്ന് വെച്ചാൽ എന്താ, കാടില്ല, ഞാൻ കാട്ടിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഫാദർ മിസ്റ്റർ റാക്കൂൺ, എൻ്റെ മദർ ചെൽസ റാക്കൂൺ, അമ്മയുടെ പേരാണ് കേട്ടോ. നമ്മൾ കഥയിൽ അമ്മയുടെ എന്താ പറഞ്ഞ പേര് പറയുന്നില്ല അല്ലെ. നമ്മുടെ കിസ്സിംഗ് ഹാൻഡിലുള്ള സ്റ്റോറിയിൽ അമ്മയുടെ പേര് പറയുന്നില്ല, മിസ് റാക്കൂൺ എന്നാണ് പറയുന്നത്. ഇവിടെ പേരെന്താ അമ്മയുടെ? ചെൽസ റാക്കൂൺ. എനിക്ക് എൻ്റെ പാരൻസിനെ ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് മൈ പാരൻസ്. ഐ ലൈക്ക് റണ്ണിങ്, ജമ്പിങ് ആൻഡ് പ്ലേയിങ്. എനിക്ക് ഓടാനും ചാടാനും കളിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ. എനിക്ക് ഇവിടുന്ന് പുതിയ ഫ്രണ്ട്സിനെ കിട്ടുന്നത് ഇഷ്ടമാണ്, പുതിയ ഫ്രണ്ട്സ് കിട്ടുമെന്ന് കരുതുന്നു, ഇഷ്ടമാണ്. ഇത് നമ്മുടെ എന്താണ് ചെസ്റ്റർ റാക്കൂൺ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അല്ലേ. അപ്പൊ അവന്റെ പേര് പറഞ്ഞു, അവൻ എവിടെ നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ പറയണം, നമ്മുടെ പേര് പറയണം. അപ്പൊ നമ്മൾ ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, രാവിലെ ആയതുകൊണ്ടാണ് ഗുഡ് മോർണിംഗ് പറഞ്ഞത് അല്ലേ. ആ സമയം ഉച്ചയ്ക്കാണെങ്കിലോ അല്ലെങ്കിൽ ഈവനിങ്ങോ അങ്ങനെ ടൈം അനുസരിച്ച് എല്ലാപ്പോഴും ഗുഡ് മോർണിംഗ് അല്ല, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഗുഡ് മോർണിംഗ് ആണ് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ആണെങ്കിൽ അങ്ങനെ, ഗുഡ് ഈവനിങ് ആണെങ്കിൽ അങ്ങനെ പറയണം. പിന്നെ അതേപോലെ എന്താണ്, നമ്മൾ ആദ്യം നമ്മുടെ പേരാണ് പറയേണ്ടത്. നമ്മുടെ പേര് പറയണു, നമ്മൾ എവിടെ നിന്നാണ് വരുന്നത്, നമ്മുടെ സ്ഥലം പറയണം, പിന്നെ അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, അവരുടെ ജോലി. പിന്നെ അതുപോലെ ഇവിടെ കണ്ടോ ചെസ്റ്റർ നമ്മൾ കൂടുതൽ എന്തൊക്കെ പറയുന്നത്, ഐ ലവ് മൈ പാരൻസ് പറഞ്ഞു. അവന് ഇഷ്ടമുള്ള കാര്യം എന്താ, റണ്ണിങ്, ജമ്പിങ്, പ്ലേയിങ് ഒക്കെ അവന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അതേപോലെ അവന് ഇവിടെ നിന്ന് എന്ത് കിട്ടുന്നതാണ് കരുതുന്നത്, ഇവിടുന്ന് എന്താണ് ഇവിടുത്തെ ഇഷ്ടം എന്ന് അവൻ പറയുന്നത്, പുതിയ ഫ്രണ്ട്സിനെ കിട്ടുന്നത് അവന് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത് അവൻ ചെസ്റ്റർ ആയിട്ട് അവനെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പൊ ഇതേപോലെ എന്ത് ചെയ്യാനാണ് പറയുന്നത്, ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നൗ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ടു ദ ക്ലാസ്. ഹൗ വിൽ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? യു മേ റൈറ്റ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. അതായത് നമുക്ക് തന്ന സ്ഥലത്ത് എന്ത് ചെയ്യണം, ആ സ്പേസിൽ നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ ചെയ്യുക. അപ്പൊ എന്തൊക്കെ നമുക്ക് എഴുതാം, ആദ്യം നമ്മുടെ പേരൊക്കെ എഴുതണം അല്ലെ. ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. I am Appu. I am from Palakkad. My father is Mr. John. My mother is Anna John. I love my parents. I like drawing, dancing and playing. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അതായത് I am Appu കൊണ്ട് നിങ്ങൾ എഴുതിയത് നമ്മൾ നമ്മുടെ പേരാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മുടെ സ്ഥലം എഴുതുന്നത് നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണിത്. അപ്പോൾ ഇത് നമ്മുടെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേരൊക്കെ എഴുതുക. നമ്മൾ ചെറിയൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ ചെയ്യേണ്ടത്. അടുത്തത് ആക്ടിവിറ്റി 8. When Chester and his mother reach school, they happen to see a notice board. Let's read the notice. അപ്പോൾ ചെസ്റ്ററും അവൻ്റെ അമ്മയും സ്കൂളിൽ എത്തി. അപ്പോൾ സ്കൂളിലെ നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചിരിക്കുന്ന കാര്യമാണ് കേട്ടോ അത്. അപ്പോൾ എന്തൊക്കെ കണ്ടത് അവർ വായിച്ചു നോക്കണം. ഡൂസും ഉണ്ട്, ഡോൺസും ഉണ്ട്. ഡൂസ് എന്ന് വെച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങൾ, സ്കൂളിൽ ചെയ്യേണ്ട കാര്യങ്ങളും. അതുപോലെ ഡോൺസ് വെച്ചാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഡോൺസ്. അപ്പോൾ ഡൂസ് എന്തൊക്കെയാ, അറ്റൻഡ് ദ ക്ലാസ് റെഗുലർലി, എന്നും ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഫോളോ യുവർ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻ, ടീച്ചർ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കണം. കംപ്ലീറ്റ് ദ അസൈൻമെന്റ്സ് ഇൻ ടൈം, അസൈൻമെന്റ്സ് ഒക്കെ കറക്റ്റ് സമയത്ത് സബ്മിറ്റ് ചെയ്യണം. റീച്ച് ദ സ്കൂൾ ഇൻ ടൈം, കറക്റ്റ് സമയത്ത് സ്കൂളിൽ എത്തണം. കീപ് ദ സ്കൂൾ ക്ലീൻ, സ്കൂള് ക്ലീൻ ആയി വെക്കണം. അതായത് നമ്മൾ വേസ്റ്റോ നമ്മുടെ എന്തെങ്കിലുമൊക്കെ പേപ്പർ കാര്യങ്ങൾ അങ്ങനെയൊന്നും സ്കൂളിൽ കൊണ്ടിട്ട് ഇടാൻ പാടില്ല, ക്ലീൻ ആയി വെക്കണം. ഡോൺസ്, സ്കൂളിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഡോണ്ട് സ്കിപ്പ് ദ മോർണിംഗ് അസംബ്ലി, രാവിലത്തെ അസംബ്ലി സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അത് ലേറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് മോർണിംഗ് അസംബ്ലി അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പം അങ്ങനെ അസംബ്ലി സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഡോണ്ട് ബ്രിങ് മൊബൈൽ ഫോൺ, സ്കൂളിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പാടില്ല. ഡോണ്ട് യൂസ് അബ്യൂസീവ് ലാംഗ്വേജസ്, അതുപോലെ ചീത്ത വാക്കുകൾ,
മോശമായിട്ടുള്ള വാക്കുകൾ വേർഡ്സ് അതൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അതാണ് അബ്യൂസീവ് ലാംഗ്വേജ് പറഞ്ഞാൽ. ഡോണ്ട് ഡാമേജ് സ്കൂൾ പ്രോപ്പർട്ടി, സ്കൂളിലെ ഒരു വസ്തുക്കളും അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടീസും തന്നെ നശിപ്പിക്കാൻ പാടില്ല. ഡോണ്ട് ലിറ്റർ ദ സ്കൂൾ പ്രിമിസസ്. അതുപോലെ ഇതുപോലെ നമ്മുടെ സ്കൂൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ പ്രിമിസസ്, നമ്മുടെ സ്കൂൾ കെട്ടിടങ്ങൾ, ബിൽഡിംഗ്, അതൊക്കെ പ്രിമിസസ് ആണ്. അപ്പൊ അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, മോശമാക്കാൻ പാടില്ല എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ് നമ്മൾ ഡോൺസ് ആണ് അല്ലെ. അപ്പൊ ഇതുപോലെ നമ്മുടെ എന്താ ചെയ്യാൻ പറയുന്നത്, imagine one of your teacher is on leave. Write down the do's and don'ts to be observed in your class in the absence of the teacher. അപ്പോൾ നമ്മുടെ സ്കൂളിലത്തെ കാര്യമല്ല, സ്കൂളിൽ നമ്മുടെ ക്ലാസ് മുറിയിലത്തെ കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞത്. അതായത് നമ്മുടെ ക്ലാസ്സിൽ ക്ലാസ് ടീച്ചർ ആബ്സെന്റ് ആണ്, ടീച്ചർ വന്നിട്ടില്ല, ലീവിലാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ക്ലാസ് മുറിയിൽ ടീച്ചറിന്റെ ആബ്സെൻസിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് എഴുതേണ്ടത്. അതായത് ഡൂസിൽ ചെയ്യാൻ പാടുന്ന കാര്യങ്ങളും ഡോൺസിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും. ഇവിടെ എഴുതിയിരിക്കുന്ന ഡൂസ് എന്താ, എൻഗേജ് ഇൻ ക്രിയേറ്റീവ് ആക്ടിവിറ്റി, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ് ആവാം. പിന്നെന്താ ഡോൺസ് പറഞ്ഞാൽ ഡോണ്ട് ഡിസ്റ്റർബ് അതർ ക്ലാസ്സസ്. നമ്മുടെ ക്ലാസ്സിൽ ടീച്ചർ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ള ക്ലാസ്സിൽ നമ്മൾ ഓർക്കും ബഹളമൊക്കെ വെക്കും, എന്ത് സംഭവിക്കും, അടുത്തുള്ള ക്ലാസ്സുകൾ ഡിസ്റ്റർബ് ആവും അല്ലേ. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ എന്തൊക്കെ നമുക്ക് ഡൂസ് എഴുതാം, ഡിസ്കസ് അബൌട്ട് ചാപ്റ്റർ വിത്ത് യുവർ ഫ്രണ്ട്സ്. നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മുടെ ചാപ്റ്റർ ടീച്ചർ എടുത്തു തന്ന ചാപ്റ്ററിനെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം, സംസാരിക്കാം. പക്ഷെ അതല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുകയല്ല, ആ ചാപ്റ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം, നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാം, ബുക്സ് റീഡ് ചെയ്യാം, ഡൗട്ട് ക്ലിയർ ചെയ്യാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാം, ഫ്രണ്ട്സിൻ്റെ അടുത്ത് ക്ലിയർ ചെയ്യാം, ഹെൽപ്പ് ഫ്രണ്ട്സ് ടു സ്റ്റഡി, ഫ്രണ്ട്സിനെ സഹായിക്കാം, പഠിക്കുന്നവർക്ക് വളരെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ സഹായിക്കാം. ഡോൺസ് എന്തൊക്കെയാണ്, ഡോണ്ട് മേക്ക് നോയ്സ്, ശബ്ദം ഉണ്ടാക്കരുത് അല്ലേ, ഒരുപാട് നോയ്സ് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. ഡോണ്ട് പ്ലേ ഇൻ ക്ലാസ്, ക്ലാസ്സിൽ കളിക്കാനൊന്നും പാടില്ല, ബഹളം ഉണ്ടാക്കി കളിക്കാനൊന്നും പാടില്ല. ഡോണ്ട് യൂസ് ബാഡ് വേർഡ്സ്, നമ്മൾ അബ്യൂസീവ് ലാംഗ്വേജ് പോലെ തന്നെ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല. ഡോണ്ട് ബ്രേക്ക് സ്കൂൾ പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ ക്ലാസ്സിലുള്ള പ്രോപ്പർട്ടീസും സ്കൂൾ പ്രോപ്പർട്ടീസ് തന്നെയാണ് അല്ലേ. അപ്പൊ അതൊന്നും നശിപ്പിക്കാനോ പൊട്ടിക്കാനോ അങ്ങനെയൊന്നും പാടില്ല. അപ്പൊ ഇതൊക്കെ ഡോൺസ് ആണ്. അപ്പൊ ഡൂസും ഡോൺസും മനസ്സിലായില്ലേ. അടുത്തത് ആക്ടിവിറ്റി 9 ആണ്. റീഡ് ദ ഫോളോയിങ് സെന്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് നോട്ട് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. അപ്പൊ നമ്മുടെ സ്റ്റോറിയിലുള്ള 4 സെന്റൻസുകളാണ് തന്നിരിക്കുന്നത്. ഇതിൽ അണ്ടർലൈൻ ചെയ്ത സെന്റൻസുകൾ ശ്രദ്ധിക്കുക. ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. അപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ എന്ന് പറയുമ്പോൾ വിത്ത് എന്ന് പറയും അല്ലേ, എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ എനിക്ക് കളിക്കണം. ഐ വോണ്ട് ടു സ്വിങ് ഓൺ ദ സ്വിങ്, എനിക്ക് സ്വിങ്ങില് ഇവിടെ 2 സ്വിങ് ഉണ്ട്. ഐ വോണ്ട് ടു സ്വിങ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്വിങ് ഊഞ്ഞാൽ ആടുക എന്നാണ്, രണ്ടാമത്തെ പറഞ്ഞാൽ ഊഞ്ഞാൽ, എന്റെ ഊഞ്ഞാലിൽ എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് ഊഞ്ഞാലാടണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ടു സ്കൂൾ, എനിക്ക് സ്കൂളിൽ പോകണ്ട. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് ഹിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ്, അവന്റെ കയ്യിൽ നിന്നും അതെന്ത് അമ്മയുടെ അവിടെ നിന്നും ഫ്രം ഹിസ് ഹാൻഡ് അല്ലേ. അപ്പൊ ഇവിടെ നോക്കി 4 സെന്റൻസുകളും എന്താ പറയുന്നത്, 4 സെന്റൻസുകൾ നമ്മുടെ ദ കിസ്സിംഗ് ഹാൻഡ് എന്നുള്ള ചാപ്റ്ററിൽ ഉള്ളതാണ്. അപ്പൊ അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് ശ്രദ്ധിച്ചില്ലേ. പിക്ക് ഔട്ട് എ ഫ്യൂ സിമിലർ സെന്റൻസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് റൈറ്റ് ദം ഡൗൺ ബിലോ. അപ്പൊ ഇതുപോലെയുള്ള ഇത്തരം വേർഡ്സ് വരുന്ന സെന്റൻസുകൾ കണ്ടെത്തിയിട്ട് അത് എഴുതാനാണ് പറയുന്നത്. നമുക്ക് എന്തൊക്കെ എഴുതാം, ഐ വോണ്ട് ടു സ്റ്റേ, അപ്പോൾ കണ്ടോ സ്റ്റേ ഉണ്ട് അല്ലെ, സ്റ്റേ, ഐ വോണ്ട് ടു ഉണ്ട്, വിത്ത് ഉണ്ട്, കണ്ടോ ഐ വോണ്ട് ടു സ്റ്റേ home with you. I want to read my books. I learn it from my mother and she learned it from her mother. And now he knew mother's love would go with him whenever he went. He turned to his mother and grinned. അപ്പോൾ ഇത്തരം സെന്റൻസുകൾ കണ്ടെത്തിയിട്ട് എഴുതുക. അതാണ് ആക്ടിവിറ്റി 9. അടുത്തത് ആക്ടിവിറ്റി 10. Here is a conversation between Chester Raccoon and his class teacher. Read and supply the missing words. ഇവിടെ ചില വേർഡ്സ് മിസ്സായിട്ടുണ്ട്. ആ വേർഡ്സ് ഇവിടെ തന്നിട്ടുണ്ട് വിത്ത്, ടു, ഫ്രം. ഈ 4 വേർഡ്സ് ആണ് മിസ്സായിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതും. അപ്പോൾ ഈ 4 വേർഡ്സും എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ആക്ടിവിറ്റി 9 മനസ്സിലായില്ലേ. അടുത്ത ആക്ടിവിറ്റി 10 അതിൽ കണ്ടിന്യൂഷൻ ആണ്. ടീച്ചറും ചെസ്റ്ററും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. ടീച്ചർ പറയാണ്, ഗുഡ് മോർണിംഗ്, കുഡ് യു ടെൽ മീ യുവർ നെയിം. നമ്മുടെ ചെസ്റ്റർ അടുത്ത് പറയണം കേട്ടോ, ഗുഡ് മോർണിംഗ്, നിന്റെ പേര് എന്നോട് നിന്റെ പേര് പറയാമോ. ചെസ്റ്റർ എന്താ പറയുന്നത്, ഗുഡ് മോർണിംഗ് ടീച്ചർ, ഐ എം ചെസ്റ്റർ റാക്കൂൺ, ഞാൻ ചെസ്റ്റർ റാക്കൂൺ. ടീച്ചർ, വെർ ആർ യു ഫ്രം, നീ എവിടെ നിന്നാണ് വരുന്നത്. ചെസ്റ്റർ, അപ്പൊ ഐ ആം, അപ്പൊ നമ്മൾ എവിടെ നിന്നാ വരുന്നത് എന്ന് പറയുമ്പോൾ പറയാം, ഐ ആം ഫ്രം ദ ഫോറസ്റ്റ്, ഞാൻ ഫോറസ്റ്റിൽ നിന്നാണ് വരുന്നത്. ഇറ്റ്സ് എ നൈസ് പ്ലേസ്, വളരെ നല്ല സ്ഥലമാണ്. ടീച്ചർ, വെൽ വാട്ട് യു ലൈക്ക് ടു ഡു. അപ്പൊ ടീച്ചർ ചോദിക്കുന്നത് എനിക്ക് ഫോറസ്റ്റിൽ എന്ത് ചെയ്യാനാണ് ഇഷ്ടം എന്നാണ് ചോദിക്കുന്നത്. വാട്ട് യു ലൈക്ക് ടു ഡു ഇൻ ദ ഫോറസ്റ്റ്. ചെസ്റ്റർ, ഐ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ ദ ഷെയ്ഡ് ഓഫ് ട്രീസ്. അപ്പൊ ചെസ്റ്റർ എന്താ പറയുന്നത്, എനിക്ക് മരത്തിന്റെ തണലിൽ പോയിട്ട് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാനാണ് ഇഷ്ടം. ടീച്ചർ, ദാറ്റ് മസ്റ്റ് ബി ഫൺ. ഓ, അത് വളരെ ഫൺ ആയിരിക്കും. വിച്ച് ഗെയിം ഡു യു ലൈക്ക് ദ മോസ്റ്റ്, ഏത് ഗെയിമാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ചെസ്റ്റർ, ഐ ലൈക്ക് പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക്. എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാനാണ് ഇഷ്ടം. അപ്പൊ കൂടെ എന്ന് പറയുമ്പോൾ എന്ത് പറയും, വിത്ത് അല്ലേ. ഐ ലൈക്ക് പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക് വിത്ത് മൈ ഫ്രണ്ട്സ്. ടീച്ചർ, ദാറ്റ്സ് ഗ്രേറ്റ് ചെസ്റ്റർ, വെൻ വിൽ യു ഗോ. അപ്പൊ ടീച്ചർ ചോദിക്കുകയാണ്, ഓ അത് വളരെ രസമാണ്, നീ എപ്പോഴാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്, എപ്പോഴാണ് നീ വീട്ടിലേക്ക് പോകുന്നത്. വെൻ വിൽ യു ഗോ ടു
your house? Chester, well, I will go to my house after 3 days. ഞാൻ 3 ദിവസം കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ടീച്ചർ, okay, thanks, we will meet again. നമുക്ക് വീണ്ടും കാണാമല്ലോ. ടീച്ചർ പോവാണ്. അപ്പൊ എവിടേക്കാണ് ഫ്രമും ഇന്നും വിത്തും ടൂം യൂസ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? അടുത്തത് ആക്ടിവിറ്റി 11 ആണ്. The following is the diary entry of Ainu. There are some errors in it. Read and edit it. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു കുട്ടിയുടെ ഒരു ഡയറിയുടെ ഒരു ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ കുറച്ച് വേർഡ്സ് തെറ്റിയിട്ടുണ്ട്. അത് നമ്മൾ എഡിറ്റ് ചെയ്യാൻ, അതായത് ആ തെറ്റ് തിരുത്താനാണ് പറയുന്നത്. അപ്പം നമ്മൾ എഡിറ്റിംഗ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എക്സാമിനൊക്കെ എഡിറ്റിംഗ് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ തിരുത്തുക എന്ന് പറയാം. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു സെന്റൻസ് നമ്മളൊരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ ഒരു സെന്റൻസ് എഴുതുക, അല്ലെങ്കിൽ നമ്മളൊരു പാരഗ്രാഫിന്റെ ആദ്യത്തെ ലെറ്റർ എന്നൊക്കെ പറയുന്നത് എന്താണ്, എപ്പോഴും ഒരു സെന്റൻസ്, പുതിയൊരു സെന്റൻസ് എഴുതുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. ഓക്കെ, അതേപോലെ അതാണ് ഇവിടെ കൂടുതൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, ഐ എന്താണ് ഇവിടെ ഫസ്റ്റ് ലെറ്റർ ആണല്ലേ, അപ്പൊ അതെന്താ ക്യാപിറ്റൽ ആയിരിക്കണം. അതേപോലെ എന്താണ് ഇവിടെ വി, കണ്ടോ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സെന്റൻസ് ആണ്, അപ്പൊ അതെന്താണ് ഡബ്ല്യു ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം ഈ എഡിറ്റിംഗ് ചെയ്യാം. ഐ വെന്റ്, അപ്പൊ ഇവിടെ പറയാണ് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റോറിൽ പോയി എന്നാ പറയുന്നത്. സ്റ്റോറിൽ പോയി, അപ്പൊ ഐ ക്യാപിറ്റൽ ആണ്. എന്താ പറയാ, ഐ വെന്റ് സ്റ്റോറിൽ പോയി അല്ലേ, അപ്പൊ ഐ വെന്റ് വിത്ത് അല്ല വരിക. ഐ വെന്റ് ടു എ സ്റ്റോർ ടു ബൈ സം ഫ്രൂട്ട്സ്, കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി സ്റ്റോറിൽ പോയി. ഐ സോ എ ബിഗ് ഓറഞ്ച് ടു ദ ഷെൽഫ് ആൻഡ് ഡിസൈഡഡ് ടു ബൈ ഇറ്റ്. അപ്പൊ ഇവിടെ ടു അല്ല വരിക. എന്താ വരിക, ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഞാൻ അവിടെ ഉള്ള ഒരു ഷെൽഫില് വലിയൊരു ഓറഞ്ച് കണ്ടു. ഷെൽഫിൽ ഒരു ഓറഞ്ച്, ഷെൽഫിൽ വെച്ചിരിക്കുകയാണല്ലേ, അപ്പൊ ഷെൽഫിൽ ഒരു ഓറഞ്ച് കണ്ടു, ഞാൻ അത് വാങ്ങാൻ തീരുമാനിച്ചു. അപ്പൊ ഇവിടെ പറയുന്നത് ഷെൽഫിലാണ് ഓറഞ്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ടു അല്ല വരിക, ഇൻ ദ ഷെൽഫ് ആണ് വരിക. ഐ സോ എ ബിഗ് ഓറഞ്ച് ഇൻ ദ ഷെൽഫ് ആൻഡ് ഡിസൈഡഡ് ടു ബൈ ഇറ്റ്. I met my friends on that store. ആ സ്റ്റോറിൽ വെച്ച് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടു, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു. അപ്പൊ പറയണത് എന്താ, ഓൺ അല്ല വരിക, ഇന്ന വരിക. ഐ മെറ്റ് മൈ ഫ്രണ്ട് ഇൻ ദാറ്റ് സ്റ്റോർ. നെക്സ്റ്റ് അപ്പൊ അവിടെ നോക്കൂ, ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സെന്റൻസ് തുടങ്ങണം. ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് സെന്റൻസ് തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. മൈ ഫ്രണ്ട് ഇൻവൈറ്റഡ് മീ ടു ഗോ ബൈ ദ പാർക്ക് അല്ല, അതായത് പാർക്കിലേക്ക് പോകാൻ എൻ്റെ ഫ്രണ്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തു. മൈ ഫ്രണ്ട് ഇൻവൈറ്റഡ് മീ ടു ഗോ ടു ദ പാർക്ക്. ഇവിടെ കെ ആണ് കേട്ടോ, പാർക്ക് അല്ല പാർക്ക്. ആൻഡ് ഐ വെന്റ് അവള് കൂടെ പോയി എന്നാണ്. കൂടെ പറയുമ്പോൾ വിത്ത് ഹെർ ആണ്, ഫ്രം അല്ല വിത്ത്. അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ. വി സെറ്റ് ബെഞ്ചിൽ ഇരുന്നു എന്ന് പറയുമ്പോൾ അറ്റല്ല ഓൺ ആണ്. വി സെറ്റ് ഓൺ ദ ബെഞ്ച് ആൻഡ് ഏത് ഓറഞ്ച് ടുഗദർ. വീണ്ടും ക്യാപിറ്റൽ ലെറ്റർ. ഐ ത്രൂ ദ ഓറഞ്ച് പീൽ ഇൻ ദ ഗാർബേജ്. എന്നിട്ട് ആ ഓറഞ്ച് വാങ്ങിയ അവിടെ നമ്മുടെ എവിടുന്ന വാങ്ങിയത്, സ്റ്റോറിൽ നിന്ന് വാങ്ങിയ ഓറഞ്ച് അവർ എന്ത് ചെയ്തു, ആ കഴിച്ചു, പാർക്കിൽ നിന്ന് കഴിച്ചിട്ട് അതിന്റെ പീൽ, അതായത് ഓറഞ്ചിന്റെ തൊലിയില്ലേ, അതെന്ത് ചെയ്തു, ഗാർബേജിലേക്ക് കളഞ്ഞു എന്ന് പറയാണ്. അപ്പൊ ഇതാണ്, ഇങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 12 ആണ്. റീഡ് ദ സെന്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് സ്പ്ലിറ്റ് ദം ഇൻടു ടു. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. അതായത് നമ്മൾ രണ്ട് സെന്റൻസുകളെ ഒരു സെന്റൻസ് ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ആൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആൻഡ് വെച്ചിട്ട് ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്, ഓരോ സെന്റൻസുകൾ തന്നിട്ടുണ്ട്. അത് എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ആക്കിയിട്ട് അതിന് രണ്ട് സെന്റൻസുകളാക്കി മാറ്റണം. ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയാം. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. അപ്പൊ ഇത് നമുക്ക് രണ്ടാക്കുമ്പോൾ ഇവിടെ ആൻഡിന്റെ അവിടെ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് ഇവിടെ രണ്ടാക്കി സെന്റൻസ് രണ്ടാക്കുകയാണ്. ഇവിടെ നമ്മൾ ഒരു സെന്റൻസ് കഴിയുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇടണം. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ഒരു സെന്റൻസ്. അടുത്ത സെന്റൻസ് വീണ്ടും ഇതിന്റെ ഫസ്റ്റത്തെ എഴുതാൻ നമ്മൾ യു വിൽ പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. യു വിൽ പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. അടുത്തത് യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. ഇത് എങ്ങനെ രണ്ടാക്കാം, ആൻഡിന്റെ അവിടെ നിന്നാണ് നമ്മൾ രണ്ടാക്കേണ്ടത്. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ്, യു ക്യാൻ സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. അടുത്തത് നെക്സ്റ്റ്, ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ്. ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ്, ഷീ കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ രണ്ട് സെന്റൻസുകളെ നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു സെന്റൻസ് ആക്കാതെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആൻഡ് ചേർത്തിയാൽ മതി അല്ലെ, ആൻഡ് ചേർത്തിയാൽ മതി. അപ്പൊ ആൻഡ് എന്ന് പറയുന്നത് രണ്ട് സെന്റൻസുകളെ ഒരു സെന്റൻസ് ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് കൂടിയാണ് ആൻഡ് എന്ന് പറയുന്നത്. അടുത്തത് റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് സ്പ്ലിറ്റ് ദ സെന്റൻസസ്. നമ്മൾ ഇവിടെ കുറച്ച് സെന്റൻസുകൾ തന്നിട്ടുണ്ട്, ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, ഒരു പാസേജ് തന്നു. അതിൽ ഈ നമ്മൾ രണ്ട് സെന്റൻസ് ആക്കേണ്ട ചില സെന്റൻസുകൾ ഉണ്ട്. അതിനെന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് സെന്റൻസ് ആക്കുക. എ ക്യൂരിയസ് റാക്കൂൺ ലിവ്ഡ് ഇൻ ദ വൂഡ്സ് ആൻഡ്, കണ്ടോ ആൻഡ് വന്നില്ല, അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക, ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പുതിയ സെന്റൻസ് ആക്കി എഴുതാം. എ ക്യൂരിയസ് റാക്കൂൺ ലിവ്ഡ് ഇൻ ദ വൂഡ്സ്. ഇറ്റ് ലൈക്ക്, ഇവിടെ വൂഡ്സ് പറഞ്ഞാൽ ഫോറസ്റ്റ് ആണ് കേട്ടോ, ഫോറസ്റ്റിന് നമ്മൾ വൂഡ്സ് പറയാം. ഇറ്റ് ലൈക്ക് ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ്. One day it found a shiny object. ഇവിടെ ഒരു സെന്റൻസ് കട്ട് ചെയ്തു, ഇവിടെ സ്പ്ലിറ്റ് ചെയ്തു. ആൻഡ് വേണ്ട, ഇറ്റ് നാക്കുക. ഇറ്റ് ഡിസൈഡഡ്.
it decided to take it back to its cozy den. Okay, അടുത്തത് it placed the object on a soft bed of leaves, full stop, and വേണ്ട it ഇവിടെ it ആക്കുക. It stared at it with wonder. The raccoon's eyes sparkled, full stop. It had discovered a beautiful toy. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ പാസേജ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ടത്. ലാസ്റ്റ് ആക്ടിവിറ്റി 13. Shall we play with words? ഒരു ഗെയിം ആണ്, ഒരു ക്രോസ് വേർഡ് പസിൽ ആണ്. ഓക്കെ, ഇപ്പൊ ക്രോസ് വേർഡ് പസിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? പസിൽ ചെയ്യാൻ നല്ലൊരു പസിൽ തന്നിട്ടുണ്ടല്ലേ? അപ്പൊ ഇതിന്റെ ആൻസറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലെ ആൻസേഴ്സ് എല്ലാം തന്നെ നമ്മൾ കിസ്സിംഗ് ഹാൻഡ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ച വേർഡ്സ് തന്നെയാണ്. നമുക്ക് നോക്കാം എന്താന്നുള്ളത്. അക്രോസ് പറഞ്ഞാൽ അറിയാലോ, നമ്മള് റൈറ്റ് സൈഡിലോട്ട് എഴുതി പോകുന്നത് അല്ലെ, നമ്മുടെ വലത് സൈഡിലോട്ട് എഴുതി പോകുന്നത്, ഇങ്ങനെ എഴുതി പോകുന്നത് അക്രോസും. ഡൗൺ പറഞ്ഞാൽ താഴോട്ട് എഴുതുന്നതാണ് ഡൗൺ. ഇവിടുത്തെ നമ്പേഴ്സ് ശ്രദ്ധിക്കണം. 1 2 3 എന്നുള്ള ഓർഡറിലായിരിക്കില്ല. 1 കണ്ട നമ്മൾ 1 നമ്പർ എവിടെയാ നോക്കുക, എന്നിട്ട് അവിടെ നിന്ന് ഓരോ കോളത്തില് ഓരോ ലെറ്റേഴ്സ് ആണ് എഴുതേണ്ടത്. അപ്പൊ അക്രോസ് നോക്കൂ. ഫസ്റ്റത്തെ മൂവ് ഓർ ക്രോസ് ടു മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്, മുന്നിലോട്ടും പിന്നിലോട്ടും ആടുന്ന സാധനം, മൂവ് ചെയ്യുന്ന സാധനം എന്താണ്? സ്വിങ്. സ്വിങ്ങിന്റെ സ്പെല്ലിംഗ് എന്താ? SWING, സ്വിങ്. അടുത്തത് അഞ്ചാമത്തെ എന്താ? ടു റൺ ഓർ മൂവ് ക്വിക്ലി വിത്ത് ലൈറ്റ് സ്റ്റെപ്പ്. ടു റൺ ഓർ മൂവ് ക്വിക്ലി വിത്ത് ലൈറ്റ് സ്റ്റെപ്പ്. ഇതേ സെന്റൻസ് നമ്മുടെ മീനിങ്സിലുണ്ട്. ടു റൺ ഓർ മൂവ് ക്വിക്ലി വിത്ത് ലൈറ്റ് സ്റ്റെപ്പ്. എന്താ ആൻസർ? എന്താ അഞ്ചാമത്തെ? സ്കാമ്പർ. ഏഴാമത്തെ ഗിവിംഗ് എ ഫീലിംഗ് ഓഫ് ഈസ് ആൻഡ് വെൽബീങ്. 7th വൺ കോസി. അടുത്ത ഡൗൺ ആണ്. ഡൗൺ പറഞ്ഞ താഴേക്കാണ്. രണ്ടാമത്തെ ഡൗൺ എന്താ? ടു കവർ ഓർ എൻക്ലോസ് ഇൻ പേപ്പർ ഓർ സോഫ്റ്റ് മെറ്റീരിയൽസ്. wrap something gently with the nose as if to show affection. മൂന്നാമത്തെ nestle ആണ്. അടുത്തത് frightening, cause fear. എന്റെ അർത്ഥം scary. നെക്സ്റ്റ് an object that is made for a child to play with. കുട്ടികൾ കളിക്കുന്ന സാധനം എന്താ? toy. കണ്ടില്ലേ? അപ്പൊ ഈ വേർഡ്സ് എല്ലാം തന്നെ നമ്മളെ പാഠത്തിൽ നമ്മുടെ കിസ്സിംഗ് ഹാൻഡ് ചാപ്റ്ററിൽ പഠിച്ചതല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആക്ടിവിറ്റീസ്. അപ്പൊ നമ്മുടെ 13 ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാ കുട്ടികൾക്കും ക്ലാസ് ഇഷ്ടമായോ? അതുകൊണ്ട് റീഡിംഗ് വീഡിയോ കാണാത്ത കൂട്ടുകാർ കാണുക, അതിനുശേഷം ആക്ടിവിറ്റീസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം ആക്ടിവിറ്റീസ് മനസ്സിലാവും. അപ്പൊ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് മാത്രമല്ല മലയാളവും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൻ്റെ പ്ലേലിസ്റ്റും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. താങ്ക് യു.